ഹലോ, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എംബ്രോയ്ഡറി വീഡിയോ ആണ്. ഈ ബാഗിലാട്ടോ ചെയ്യാൻ പോണേ. ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ച ബാഗാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, ക്യൂരിയസ് ആസ എന്നാണ് ഇൻസ്റ്റാ പേജിൻ്റെ പേര്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ട് ഹാൻഡ് പെയിൻറ്റ് ചെയ്ത് തരും. എനിക്ക് ഈ കോട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, പിൻട്രസ്റ്റിൽ കണ്ടതാണ്. അപ്പോൾ അത് റെഫറൻസ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ടോട്ട് ബാഗ്സ് ആ കുട്ടികൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. ഇതിപ്പോൾ ഞാൻ 1 മന്തായി ഈ ബാഗ് യൂസ് ചെയ്യുന്നു. ഒരു കുഴപ്പമില്ല, നല്ല ബാഗാണ് കേട്ടോ. ഇതാ ഇതിൻ്റെ സ്ട്രാപ്പ് ഈ രീതിയിലുള്ളൊരു സ്ട്രാപ്പാണ്. പിന്നെ ഞാൻ ഇതിന് ആക്ച്വലി ക്ലോസിങ് ഉണ്ടായിരുന്നില്ല, ഞാനൊരു വെൽക്രോ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ, സ്റ്റിച്ച് ചെയ്തതാണ് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് പോക്കറ്റ്സ് ഒന്നുമില്ല. നമുക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അവരതുപോലെ കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. ബാക്കിൽ പോക്കറ്റായിട്ടോ അല്ലെങ്കിൽ ഇവിടെ ക്ലോസിങ് വേണോ അതൊക്കെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഞാൻ ആ പേജിൻ്റെ കാര്യം പറഞ്ഞതുള്ളൂ. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇതിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കില്ലേ താഴെ, ഞാൻ ഓർത്ത് ഇവിടെ ഒരു എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവുമല്ലോ എന്ന്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ആങ്കറിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. മൾട്ടി ഷെയ്ഡ് ഗ്രീൻ പറഞ്ഞത് എടുത്തിട്ടുണ്ട്, വൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിങ്ക് എടുക്കണമെങ്കിൽ എടുക്കാം, നോക്കട്ടെ. വൈറ്റ് ഓർ പിങ്ക് നമുക്ക് ഏതാச்சுം ചൂസ് ചെയ്യാം. ഇത് ബ്രാഞ്ച് അങ്ങനെ ലീഫും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് എടുക്കുന്നത്. ഇതല്ലാതെ ഞാൻ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. കാര്യമായിട്ട് ഡ്രോയിങ് ഒന്നുമില്ല, ഈ ഒരൊറ്റ ലൈനിൽ ഇങ്ങനെ നമുക്ക് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം, ജസ്റ്റ് ഡോട്ട്സ് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ഡെയ്സി ഫ്ലവേഴ്സ് പോലെ ഇങ്ങനെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കണേ. അങ്ങനെ കണ്ടിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു പർട്ടിക്കുലർ റെഫറൻസ് നോക്കണമൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു ഐഡിയ ഇതുപോലെയാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യണേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രോ സർക്കിൾ വെച്ചിട്ട് കറക്റ്റ് ആ ഒരു ഫ്ലവറിൻ്റെ സർക്കംഫറൻസ് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ മാർക്ക് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇത് ഫ്രെയിം ഇട്ടിട്ട് കാണിക്കാം. ചിലപ്പോൾ വൈറ്റ് എടുക്കും, അല്ലെങ്കിൽ പിങ്ക് എടുക്കും കേട്ടോ, നോക്കിയിട്ട് എടുക്കാം. നല്ല കോട്ടല്ലേ ഇത്. വെൻ വി ഫുഗിവ് വി ഹീൽ, വെൻ വി ലെറ്റ് ഗോ വി ഗ്രോ. എനിക്കെപ്പോഴും തോന്നാറുള്ളതാണെന്നില്ല, ഇതൊരു റിയാലിറ്റിയാണ്. പല സാഹചര്യങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. എനിവേ നമുക്കിത് ചെയ്യാം. ഞാൻ 1-2 സ്റ്റെമ്മും കൂടെയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ലീഫും ഒരു ചെറിയ സ്റ്റെമ്മായിട്ട് റാൻഡം ഡയറക്ഷനിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് എന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിത് ജസ്റ്റ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലേസി ഡേസി പ്ലാൻ ഒഴിവാക്കിയിട്ടോ, ഞാനത് തുന്നുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ വൈറ്റ് ത്രെഡ് എന്നുള്ളത് അതും മാറ്റി ഒരു ഡാർക്കർ പിങ്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പോൾ അതെടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിത് ഫ്രെയിമിലോട്ട് ഇടാം. ഞാനത് ഫ്രെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഫ്രെയിമിൽ വെച്ചത്, അതായത് എൻ്റെ ഹൂപ്പ് സ്റ്റാൻഡിൽ വെച്ചത്. അതർവൈസ് നമുക്കിത് കയ്യിൽ പിടിച്ച് ചെയ്താലും മതി, പക്ഷേ കയ്യിൽ പിടിച്ച് ചെയ്യുമ്പോൾ ഒത്തിരി ഷ്രീക്കാവും. ഇങ്ങനെ ഹൂപ്പ് സ്റ്റാൻഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഞാൻ 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. ആങ്കറിൻ്റെ ത്രെഡാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ലേസി ഡേസി ചെയ്യണില്ല, കൊളോണിയൽ നോട്ട് ചെയ്യാം കേട്ടോ. കൊളോണിയൽ നോട്ട് ചെയ്യുന്നത് ഇതാ, ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ പിടിക്കുക ത്രെഡ്, ആൻഡ് നീഡിൽ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ, ആൻഡ് ത്രെഡ് ഇങ്ങനെ ഒന്ന് ചുറ്റുക, താഴത്തേക്ക് സെക്യൂർ ചെയ്യാം. കൊളോണിയൽ നോട്ടും ഫ്രഞ്ച് നോട്ടും ആക്ച്വലി സിമിലറായിട്ടുള്ള സ്റ്റിച്ചസാണ്, പക്ഷേ കൊളോണിയൽ നോട്ടിന് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുമെന്ന് മാത്രം. നമുക്ക് ഇതാ ഇങ്ങനെ നീഡിലിങ്ങനെ പിടിക്കണു, ത്രെഡ് ഇങ്ങനെ ചുറ്റണു, താഴത്തേക്ക് ഇങ്ങനെ.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് വീഡിയോ, ലെങ്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തുന്നി കൊടുത്താലും മതി. ഞാനിപ്പോൾ സർക്കിളൊന്നും വരച്ചിട്ടില്ല, പക്ഷേ അത് വരയ്ക്കാതെ തന്നെ നമുക്ക് ഏകദേശം റൗണ്ട് ഷേപ്പിൽ തുന്നാം. അപ്പോൾ ഒരു പോയിൻ്റ് ഇട്ടു, അതിന് ചുറ്റും നമ്മളിപ്പോൾ ഒരു 7 നോട്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ സിമെട്രിക്കായിട്ട് തുന്നി പോവാം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എത്ര വലിപ്പമാണോ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഒരു കുഞ്ഞ് ഫ്ലവറായി. പിന്നെ കുറച്ചും കൂടി വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റൗണ്ടും കൂടെ തുന്നി കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എത്ര വലിപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു വലിപ്പത്തിൽ തുന്നിക്കോളൂ. അങ്ങനെ നമുക്കൊരു ഫ്ലവർ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇത് സർക്കിളിൽ തന്നെ തുന്നണമെന്നൊന്നുമില്ല, പർട്ടിക്കുലർ ഷേപ്പിൽ തുന്നിയെടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തുന്നി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബാഗ് ആയതുകൊണ്ട് കുറച്ച് പ്രൊജക്ഷനുള്ള വർക്ക് വരുമ്പോൾ ഇത്തിരി കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരൊറ്റ ഫ്ലവറും അതിൻ്റെ സ്റ്റെമ്മും ലീഫും മാത്രമേ തുന്നി കാണിക്കുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഫ്ലവർ ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കാം. 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് അഗെയിൻ ഞാൻ ത്രെഡ് എടുക്കുന്നത്. ആ മൾട്ടി ഷെയ്ഡായിട്ടുള്ള ഗ്രീൻ കളർ ത്രെഡാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിപ്ഡ് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ബാക്ക് സ്റ്റിച്ച് ചെയ്യണം. ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുക? ബാക്കിലോട്ട് സ്റ്റിച്ച് ചെയ്യുക. സെയിം ഹോളിൽ തന്നെ, അതായത് സൂചി ഇപ്പോൾ കുത്തിയെടുത്തിട്ട് ആദ്യം തുന്നിയ അതേ ഹോളിൽ തന്നെയാണ് പിന്നെയും സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് ഈക്വൽ ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ബാക്ക് സ്റ്റിച്ച് നല്ല ഭംഗി ഉണ്ടാവുക. ഇതിപ്പോൾ ബാക്ക് സ്റ്റിച്ച് അല്ല, വിപ്ഡ് ബാക്ക് സ്റ്റിച്ചാണ്. അതായത് ഇതിന് മീതെ ഒരു ലെയറും കൂടെ വരും. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വന്നാലും വലിയ പ്രോബ്ലം ഉണ്ടാവില്ല, കാരണം അത് എടുത്തറിയാനായിട്ട് പോണില്ല. അതല്ല, ബാക്ക് സ്റ്റിച്ച് മാത്രമാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈക്വൽ സൈസ്ഡ് ആയിട്ടിരുന്നാലാണ് അതിൻ്റെ ശരിക്കുള്ളൊരു വൃത്തി വരിക. അതല്ലാതെയും നമുക്ക് ചെയ്യാം, പക്ഷെ എന്നാലും ചെയ്യുമ്പോൾ നമ്മൾ നീറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ടോട്ട് ബാഗും കാര്യങ്ങളൊക്കെ നല്ല ട്രെൻഡിലുള്ളതാണ് കേട്ടോ. നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈസിലി കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് നോക്കാം. അതിൽ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ടോ എംബ്രോയിഡറി ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭംഗിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് സ്റ്റിച്ച് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അത് നമുക്കൊന്ന് വിപ്പ് ചെയ്യണം. ഞാൻ മുന്നേ എൻ്റെ പല വീഡിയോസിലും ഈ വിപ്ഡ് ബാക്കൊക്കെ കാണിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കോർത്ത് വലിച്ചെടുക്കുക. ഇതാണ് വിപ്പിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ പല സ്റ്റിച്ചിൽ ചെയ്യും, പല കളർ. അതായത് ഇപ്പോൾ താഴെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത ത്രെഡ് ഒരു ഷെയ്ഡും ഈ വിപ്പ് ചെയ്യുന്നത് വേറെ ഷെയ്ഡും വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണോ നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നത് ആ രീതിക്ക് ചെയ്തെടുക്കുക, ഡിസൈനൊക്കെ അനുസരിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതൊരു സ്റ്റെം ആയതുകൊണ്ട് സെയിം ഷെയ്ഡിൽ തന്നെ വിപ്പ് ചെയ്തെടുക്കുകയാണ്. അതുതന്നെ മൾട്ടി ഷെയ്ഡാണ്, അപ്പോൾ ആ ഒരു ഷെയ്ഡ് ഡിഫറൻസ് വരുമ്പോൾ അതിൻ്റെ ഭംഗി ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഡേസി സ്റ്റിച്ച്, എന്നിട്ടിത് താഴത്തേക്ക് സെക്യൂർ ചെയ്യണം. എനിക്കിത് ഫില്ല് ചെയ്ത് കിട്ടണം, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മീതേക്ക് ഒരു സ്ട്രേറ്റ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കണം. ഇത്ര തന്നെയുള്ളൂ അടുത്ത ഒരു ലീഫും ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനിയിപ്പോൾ വരച്ച് വെച്ചിരിക്കുന്നതൊക്കെ റെപ്പിറ്റേഷനാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഫ്ലവർ ബഞ്ചിന് അല്ലെങ്കിൽ ഫ്ലവർ സ്കാറ്റർ ചെയ്തിരിക്കുന്നതിന് പകരം എന്തെങ്കിലും ഔട്ട്ലൈൻ ഡ്രോയിങ്സ് ട്രൈ ചെയ്യാവുന്നതാണ്. അത് ഔട്ട്ലൈൻ വരച്ചിട്ട് അതിൽ മാത്രം തുന്നിപ്പോകുന്ന രീതി ഉണ്ടല്ലോ, അത് നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ. ബാഗിനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തം കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പ് കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ ടോട്ട് ബാഗ് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്തോളൂ. നല്ല സർവീസാണ്, റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ്. 300, 350, 250 ഒക്കെ റേഞ്ചിൽ ആണ് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. താങ്ക് യു.